എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് ആമസോണിൽ നിന്നും അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നും നമ്മൾ വാങ്ങുന്ന വിത്തുകൾ തൈയല്ല വിത്തുകളിൽ നിന്ന് നമുക്കത് എങ്ങനെ വലുതാക്കിയെടുത്ത് പേരയ്ക്ക പറിക്കാം എന്നുള്ള ഒരു വീഡിയോയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇപ്പം പലരുടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പലരും കൊണ്ടുവന്ന് മുളപ്പിക്കാനിടും. മുളപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് പലരും പറയുന്നത് ഇത് ചുമ്മാ മുളയ്ക്കാത്ത വിത്തുകളാണ് തരുന്നത്. ഇവർ അങ്ങനെ തരുന്നതൊക്കെ ഒന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല തരുന്നതെന്ന് പറയും. അപ്പോൾ ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വിത്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ കിടന്നെങ്കിൽ മാത്രമേ വിത്ത് മുളച്ച് വരത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്ന അല്ല നമുക്ക് കിട്ടുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരയുടെ വിത്തിലൂടെ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള തൈകളാണ്. അതായത് നമ്മുടെ ഈ മാവിലും അതുപോലെ തന്നെയാണ്. അതായത് ഏകഭ്രൂണം ബഹുഭ്രൂണം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ പേരയിലും അതായത് ഉണ്ടാകുന്ന വിത്തുകൾ ഒരിക്കലും മാതൃഗുണം കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ അതായത് ആ പിക്ചറിൽ കാണുന്ന പേരയ്ക്കാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഞാനും അങ്ങനെയാണ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിത്തല്ല, ആ ഒരു തൈയല്ല നമുക്ക് കിട്ടുന്നത്. എന്നിരുന്നാലും അതിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള പേരയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അങ്ങനെ എനിക്ക് കിട്ടിയൊരു പേരയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല വലിപ്പം 4 വർഷമായത് 4 വർഷമായിട്ട് നട്ട പേരയാണ്. ഇതുപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നട്ടിട്ടുള്ള ഒരു പേരയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കണ്ടാൽ അതിൻ്റെ കായ പിടിച്ച് നിൽക്കുന്നുണ്ടോ? കായ പിടിച്ച് നിറച്ച് കായ. അത് ഇനി പ്രൂണിങ് ഉണ്ട്. പഴുത്തൊരു കായ നിൽക്കുന്നു. പഴുത്തൊരു പേരയ്ക്കാൻ നിൽക്കുന്നുണ്ടോ? അതിൻ്റെ വലിപ്പം കണ്ടോ? ഇത് വലിപ്പം കണ്ടോ? നല്ല മുട്ടനായിട്ടുള്ള പേരയ്ക്കാണ്. അപ്പോൾ ഈ ഒരു പേരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ്. അതായത് നമ്മൾ മുറിച്ചില്ലെങ്കിൽ തന്നെ ഈ പേരയ്ക്ക പെട്ടെന്ന് പഴുത്ത് നിൽക്കുന്ന കാണുന്നതിന് നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ മണം ശ്രദ്ധിച്ചാണ്, മണം കിട്ടിയിട്ടാണ് നമ്മൾ പലരും ഇതിനകത്ത് പേരയ്ക്ക പഴുത്തിട്ടുണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കാണുമ്പോൾ ഒരിക്കലും ഇത് ഇങ്ങനെ നിൽക്കത്തില്ല. കാരണം നമ്മൾ കവറിട്ട് കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ കായ്ച്ച വന്ന് കുത്തും. കായ്ച്ച കുത്തി കഴിഞ്ഞാൽ പലരുടെയും വിഷയമാണ്. അതായത് പേരയ്ക്ക ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ, അതായത് പഴുക്കുന്നതിന് മുമ്പ് തന്നെ ആവുന്ന എല്ലാവരും പേരയാണ് കുറ്റം പറഞ്ഞത്. അതായത് കായ്ച്ച വന്ന് ഇതിനകത്ത് മുട്ടയിടും. അതായത് ഈ നമ്മൾ മാവിൽ കാണുന്ന മാവിൽ ഈ പുഴു ഇതുപോലെ തന്നെ ഈച്ച വന്ന് മുട്ടയിടുന്നത്. അതേപോലെ തന്നെ ഈ ഈച്ച തന്നെയാണ് ഇതിനകത്തും വന്ന് മുട്ടയിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് പുഴു വരുന്നത്, അല്ലാതെ ഈ പേരയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തുവാ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കവറിട്ട് പൊതിഞ്ഞാൽ 2 പ്രയോജനം. 1, കിളികൾ വന്ന് ആക്രമിക്കത്തില്ല. 2, കായ്ച്ച് കുത്തത്തുമില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ കളർ കിട്ടും. ഇത് ഞാനിപ്പോൾ പറിച്ച് കാണിക്കാം. അതും ഇപ്പോൾ ഇത് നിങ്ങൾ കാണാം, ഈ പേരയുടെ ഇതിന് ഇപ്പോൾ നല്ല ഉയരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനല്ല, ഇത് ഇച്ചിരൂടെ നല്ലപോലെ പ്രൂൺ ചെയ്ത് നിർത്തണം. ഇതിൻ്റെ വലിപ്പമുണ്ട് മേപ്പോട്ട് പോയേക്കുക. അങ്ങനെ വെച്ചാൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടുത്തെ ഈ കമ്പെല്ലാം പേരയ്ക്കാം. ഇതിലെല്ലാം പേരയ്ക്കുക. അല്ലാതെ നമ്മൾ എല്ലാം ഈ പറയുന്നത് പതി വെച്ചെടുക്കുന്ന തൈയാണ് ശരിക്കും ഈ നേഴ്സറികളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. പതി വെച്ചെടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ലെയറിങ് എന്ന് പറയും. അത് നമുക്ക് ഈ പേരയിലും ചാമ്പയിലും ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഒരു വീഡിയോ പുറകെ ഇടുന്നതാണ്. നമുക്ക് ഇതിന് ഈ പേരയ്ക്ക ഒന്ന് പറിച്ച് നോക്കാം. നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഇതിൻ്റെ വലിപ്പം കണ്ടോ? നല്ല മഞ്ഞ കളറിൽ ഇത് കവറിട്ടുകൊണ്ടാണ് ആ കളർ വന്നത്. അല്ലെങ്കിൽ ഇത് ഞാൻ പിച്ചാത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ നിന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ കളർ എങ്ങനെ ഉണ്ടോ? നല്ല മധുരമുള്ള പേരയ്ക്കാണ് ഇത്. കളർ നോക്കി ഇതിൻ്റെ കളർ കണ്ടോ? പേരയ്ക്കയുടെ കളർ കണ്ടോ? നല്ല വലിപ്പം ഉണ്ടാകുന്നതാണ്. ഇത് ഈ മഴ വരുമ്പോൾ ഇതിൻ്റെ ആ രുചി കുറയും. എന്നുവെച്ചാൽ വെള്ളം ഇറങ്ങും. ഇതിൻ്റെ ആ കളർ കണ്ടു. ഭയങ്കര മണമാണ് ഇതിന്. മുറിച്ചപ്പോഴത്തേക്ക് ഭയങ്കര മണം. അല്ലായോ? ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് തിന്ന് നോക്കട്ടെ. ഇതിൻ്റെ മധുരം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. ഇത് നമ്മൾ കവർ ചെയ്തില്ലെന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകം നിറച്ച് പുഴുവായി കഴിഞ്ഞാൽ ഇത് വെറുതെ എടുത്ത് വെട്ടി കളയാമെന്നല്ലാതെ ആ കൊണ്ട് കളയുന്നതിനകത്ത് ആ കിടക്കുന്ന പുഴു തന്നെ പിന്നീട്
ഭാവിയിൽ വന്ന് ഈ അടുത്ത പേരയ്ക്കാലെല്ലാം കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, കാരണം ഇപ്പോൾ ഈ കളർ ഈ രീതിയിലൊക്കെ വരുന്ന പേരയ്ക്ക നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വളരും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് സ്വാഭാവിക വളർച്ച എത്തി ഇതിൻ്റെ ഈ കളർ വരുന്നിടം വരെ ഇതിനെ നിർത്തണം. ഒരിക്കലും അത് പറഞ്ഞു പോകത്തില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളത് നിർത്തി ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് നല്ലപോലെ പേരയ്ക്ക പഴുത്ത് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റും, നിങ്ങൾക്ക് പേരയ്ക്ക നല്ലപോലെ കിട്ടത്തുമില്ല, അത് കിളി വന്ന് കൊത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഈ ഒരു പേരയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മണമാണ്. നല്ല മണമുള്ളതുകൊണ്ട് ഈ പേരയ്ക്കയ്ക്ക് നല്ല മണമായതുകൊണ്ട് തന്നെ ഉണ്ട്. എൻ്റെ കളർ നോക്ക്, അതും നല്ല മണവുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ആമസോൺ സൈറ്റിൽ നിന്നുൾപ്പെടെ വാങ്ങിക്കുവാണെങ്കിൽ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് കിളിക്കത്തില്ലെന്നുണ്ട്. കിളിക്കും, പക്ഷേ നിങ്ങൾ ആ കാണുന്ന ചിത്രത്തിൽ കാണുന്ന പിന്നെ ആ പേരയല്ല കിട്ടുന്നത്. കാരണം മാതൃഗുണം കാണിക്കത്തില്ല. മാതൃഗുണം ഒരു കാരണവശാലും കാണിക്കത്തില്ല. ഇപ്പോൾ പ്ലാവിൻ്റെ കാര്യത്തിനകത്ത് തന്നെ എന്താണ് ചക്കക്കുരു ഇടുന്നത്, വരിക്കപ്ലാവിൻ്റെ ചക്കക്കുരു ഇടുന്നത് കൂഴിയായിരിക്കും വരുന്നത്. മാവിൻ്റെ കാര്യത്തിൽ 2 തരമുണ്ട്, ഏകഭ്രൂണവും ബഹുഭ്രൂണമുണ്ട്. അതിൽ ഏകഭ്രൂണമാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മാവാണ് ഉണ്ടാകുന്നത്. ബഹുഭ്രൂണമാണെങ്കിൽ മാത്രമേ അത് ആ മാവിൻ്റെ എന്താണ് മാതൃഗുണം കാണിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതിന് തന്നെ പേരയിൽ പക്ഷേ അങ്ങനല്ല, പേരയിൽ മാതൃഗുണം കാണിക്കത്തേ ഇല്ല. അപ്പോൾ എന്തുവാണ് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നത്, ഇപ്പം ആമസോൺ ഉൾപ്പെടെ സൈറ്റിൽ കാണിക്കുന്നത് ഇതുപോലുള്ള വിത്തുകളെല്ലാം അവർ വിപണനത്തിന് വെക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഈ പേരയുടെ തന്നെ വിത്താണെന്ന് വിചാരിക്കും. പക്ഷേ അതിൽ നമുക്ക് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ പതി വെച്ചെടുക്കണം. പതി വെച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എന്തുവായാലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ശരി, ഓക്കെ.